Definition. A field has characteristic 0 if its prime field is isomorphic to Q, and it has characteristic P if its prime field is isomorphic to ZP. സോ ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഈ ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ പ്രൈം ഫീൽഡ് ഏതാണെന്ന് നോക്കിയിട്ടാണ്. പ്രൈം ഫീൽഡ് ക്യൂ ആയിട്ട് ഐസോമോർഫിക് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും, കാരണം ക്യൂവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പ്രൈം ഫീൽഡ്, നമ്മളൊരു ഫീൽഡ് എടുക്കുന്നു, അതിൻ്റെ പ്രൈം ഫീൽഡ് സെറ്റ് പി ആയിട്ടാണ് ഐസോമോർഫിക് എങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പി ആയിരിക്കും, കാരണം സെറ്റ് പിയുടെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. ഇവിടെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെയൊക്കെ ടെക്സ്റ്റിൽ വേറെ ഡെഫിനിഷനാണ്. ഇപ്പോൾ ഗാലിയൻ്റെ ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ വേറെ ഡെഫിനിഷനാണ് വരുന്നത്. ഒരു ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പി ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് പി എ ഈസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് എഫ് എന്നാണ്. ഓക്കെ, അത് ലെമ്മ 32-ൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ലെമ്മ 32 നോക്കിയേ. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി ഗ്രേറ്റർ ദാൻ 0, ദെൻ ഫസ്റ്റ് വൺ ഫോർ ഓൾ എ എലമെൻറ്റ് ഓഫ് എഫ് വി ഹാവ് പി എ ഈസ് ഈക്വൽ ടു 0. ഇതാണ് മറ്റുള്ള ടെക്സ്റ്റ് ബുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ഡെഫിനേഷനായിട്ട് തന്നെ പറയുക. സോ ക്യാരക്ടറിസ്റ്റിക് പി ആണെന്നുണ്ടെങ്കിൽ പി ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സാറ്റിസ്ഫൈങ് പി എ ഈക്വൽ ടു 0 മീൻസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്ന എലമെൻറ്റ് പി ടൈംസ് ആഡ് ചെയ്യുന്നതാണ്. എ എഫിൽ നിന്ന് എടുത്താൽ പി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് പി ടൈംസ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. ഇവിടെ നമ്മളത് തിയറത്തിലാണ് പ്രൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡെഫിനേഷൻ പക്ഷേ ഇങ്ങനെയാണ്. ക്യാരക്ടറിസ്റ്റിക് 0 ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, പ്രൈം ഫീൽഡ് ഐസോമോർഫിക് ടു ക്യൂ ആകുമ്പോൾ. അതേപോലെ ക്യാരക്ടറിസ്റ്റിക് പി എന്ന് പറയുന്നത് പ്രൈം ഫീൽഡ് ഐസോമോർഫിക് ടു സെറ്റ് പി ആകുമ്പോൾ. ഓക്കെ, നമ്പർ 32-ൽ ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. എ പ്ലസ് ബി ഹോൾ റൈസ് ടു പി ഈസ് എ റൈസ് ടു പി പ്ലസ് ബി റൈസ് ടു പി ഫോർ ഓൾ എ ബി എലമെൻറ്റ് ഓഫ് എഫ്. Third condition, a plus b raised to p raised to k is equal to a raised to p raised to k plus b raised to p raised to k for all a b element of f and all k greater than or equal to 1. Okay, in this proof, so നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ഇൻ ദിസ് പ്രൂഫ് ലെറ്റ് us denote 1 in f by e. സോ നമ്മൾ 1 എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ യൂണിറ്റിക്ക് പകരം ഇ എന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ഇത് അങ്ങനെ ഡിനോട്ട് ചെയ്യണം എന്നില്ല, നിങ്ങൾ ഇക്ക് പകരം 1 എഴുതി പോയാലും മതി. ഈ ടെക്സ്റ്റിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. നൗ പി എ മീൻസ് എന്താണ്, ആഡിങ് എ പി ടൈംസ്. സോ പി എ എന്ന് പറഞ്ഞാൽ നമുക്ക് പി എ ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. സോ ഈ പി എ ഈസ് എ പ്ലസ് എക്സെട്ര പ്ലസ് എ പി ടൈംസ് ആഡ് ചെയ്യുന്നു. സോ ഞാൻ എ ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാം 1 + 1 എക്സെട്ര പ്ലസ് 1 എന്ന് എഴുതാം. 1-ന് പകരം ഞാനിവിടെ ഇ യൂസ് ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞു. സോ ആഡിങ് ഇ പി ടൈംസ് ഇൻറ്റു എ എന്ന് കിട്ടും. ഇൻ സെറ്റ് പി നമുക്കറിയാം സം ഓഫ് പി ടേംസ് ഈച്ച് ഈക്വൽ ടു 1 ഈസ് 0. സം ഓഫ് പി ടേംസ് ഈച്ച് ഈക്വൽ ടു 1. സോ 1 പി ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എന്നായിരിക്കും കിട്ടുക. സോ സെറ്റ് പിയിൽ അതെന്താണ്, 0 ആണ്. സോ ഇവിടെ അത് തന്നെയാണ്, ഈ പി ടൈംസ് ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ എഫിലെ ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം എന്ത് തന്നിട്ടുണ്ട്, എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി എന്ന് തന്നിട്ടുണ്ട്. എഫ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി മീൻസ് എന്താണ്, നമ്മുടെ ബൈ ഡെഫിനേഷൻ എന്ത് പറയാം, ഇറ്റ്സ് പ്രൈം ഫീൽഡ് ഈസ് ഐസോമോർഫിക് ടു സെറ്റ് പി. അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ് ഫീൽഡ്സ് ഓഫ് എഫ് ആണ് പ്രൈം ഫീൽഡ്. ആ പ്രൈം ഫീൽഡ് എന്ന് പറയുന്നത് സെറ്റ് പി ആയിരിക്കും, അല്ലെങ്കിൽ ഐസോമോർഫിക് ടു സെറ്റ് പി ആയിരിക്കും. ആൻഡ് ഹെൻസ് നമുക്ക് എന്ത് പറയാം, സോ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫീൽഡ് എലമെൻ്റ് ആണ്. സോ അത് അതിനകത്ത് സെറ്റ് പിയിലെ എലമെൻ്റ് ആണല്ലോ. സോ നമുക്ക് എന്ത് പറയാം, ഇ പ്ലസ് ഇ പി ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് പിയിൽ 0 ആണ്. സോ സെറ്റ് പിയുടെ അതേ പ്രോപ്പർട്ടീസ് സെറ്റ് പി ഈ ഫീൽഡ് എഫിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് അതേ പ്രോപ്പർട്ടീസ് തന്നെ ഈ ഫീൽഡ് എഫിനും വരും. സെറ്റ് പിയുടെ ക്യാരക്ടറിസ്റ്റിക് പി ആയതുകൊണ്ടാണ് ശരിക്കും ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും പി വരിക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സെറ്റ് പിയിൽ ഈ 1 പി ടൈംസ് ആഡ് ചെയ്യുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി എഫിലും വരും, കാരണം സെറ്റ് പി എഫിനകത്ത് സെറ്റ് പി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇ പ്ലസ് എക്സെട്ര പ്ലസ് ഈ പി ടൈംസ് ആഡ് ചെയ്യുന്നത് 0 ആണ്. സോ ഇത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ പി എ എനിക്ക് എങ്ങനെ എഴുതാം, പി എ ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എ എന്ന് എഴുതാം. 0 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഇൻ എഫ്. സോ പി എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, എ പ്ലസ് ബി ഹോൾ റൈസ് ടു പി ഈസ് ഈക്വൽ ടു എ റൈസ് ടു പി പ്ലസ് ബി റൈസ് ടു പി ഫോർ ഓൾ എ ബി എലമെൻറ്റ് ഓഫ് എഫ്. ഈ പി എന്ന് പറയുന്ന ആ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, സോ ഞാൻ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതെന്ത് വരും, എ റൈസ് ടു പി പ്ലസ് പി സി 1 എ റൈസ് ടു പി മൈനസ് 1 ബി പ്ലസ് പി സി 2 എ റൈസ് ടു പി മൈനസ് 2 ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പി സി പി മൈനസ് 1 എ ബി റൈസ് ടു പി മൈനസ് 1 പ്ലസ് ബി റൈസ് ടു പി എന്ന് വരും. സോ ഫസ്റ്റത്തെ ടേം എ റൈസ് ടു പി, ലാസ്റ്റത്തെ ടേം ബി റൈസ് ടു പിയും അവിടെ നിർത്തിയിട്ട് ബാക്കി ഞാനൊരു സമ്മേഷൻ ഉപയോഗിച്ച് എഴുതുകയാണ്. സോ ഇവിടെ നോക്കിയാൽ അറിയാം പി സി 1 പി സി 2 അപ് ടു പി സി പി മൈനസ് 1 വരെയാണ്. സോ ഐ വേരീസ് ഫ്രം 1 ടു പി മൈനസ് 1. പി സി ആയി, എ റൈസ് ടു എന്ത് കൊടുക്കാം, പി മൈനസ് ഐ, ബി റൈസ് ടു ഐ എന്ന് കൊടുക്കാം പ്ലസ് ബി റൈസ് ടു പി. പക്ഷെ നമുക്കറിയാം ബട്ട് ഫോർ 1 ലെസ് ദാൻ, ഇതൊരു റിസൾട്ടാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് 1 ആകുമ്പോൾ ഫോർ 1 ടു പി മൈനസ് 1 പി ഈസ് എ ഡിവൈസർ ഓഫ് പി സി ഐ ആയിരിക്കും.
ഇവിടെ നമുക്ക് PC1 PC2 എക്സെട്ര PC P-1 വരെ. സോ നമ്മുടെ I വേരീസ് ഫ്രം 1 to P-1. സോ ഇതിനകത്തെല്ലാം എന്താണ് ഒരു P കാണും. അതുകൊണ്ടാണ് P ഈസ് എ ഡിവൈസർ ഓഫ് PCI ആയിരിക്കും. കാരണം അത് ബൈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ PCI എന്ന് പറഞ്ഞാൽ P ഫാക്ടോറിയൽ ബൈ I ഫാക്ടോറിയൽ ഇൻറ്റു P-I ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. സോ അതിനകത്ത് I വേരീസ് ഫ്രം 1 to P-1 ആകുമ്പോൾ PCIക്കകത്ത് എന്ത് കാണും? P കാണും. സോ P ഈസ് എ ഡിവൈസർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഹെൻസ് PCI ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും എവിടെ? സെറ്റ് പിയിൽ. P ഉണ്ടെങ്കിൽ ഏത് ടേമിനകത്ത് P വന്നാലും അല്ലേ പിയുടെ മൾട്ടിപ്പിൾസിനെല്ലാം സെറ്റ് പിക്കകത്ത് എന്താണ് 0 അല്ലേ വരിക? സെറ്റ് പിയുടെ പ്രോപ്പർട്ടി ഇപ്പോൾ സെറ്റ് 3 എടുക്കുകയാണെങ്കിൽ 3, 6, 9 ഇതെല്ലാം സെറ്റ് 3യിൽ 0 ആയിരിക്കും. സോ അതുപോലെ സെറ്റ് പിയിൽ 0 ആയിരിക്കും പിയുടെ മൾട്ടിപ്പിൾസ് എല്ലാം. സോ PCI പിയുടെ മൾട്ടിപ്പിളാന്ന് കിട്ടും I വേരീസ് ഫ്രം 1 to P-1 ആകുമ്പോൾ. സോ PCI ഈക്വൽ ടു 0 ഇൻ സെറ്റ് പി ആയിരിക്കും ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു P-1. സെറ്റ് പിയിൽ അങ്ങനെ ആയ എഫിലും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? സോ ഈ ടേം ഈ നടുക്ക് വരുന്ന സമ്മേഷനിലെ എല്ലാ ടേമും എന്തായി പോകും? 0 ആയി പോകും. സോ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? A+B⁴ ഈസ് ഈക്വൽ ടു A⁴ പ്ലസ് B⁴. ഓക്കെ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് A+B⁴ ഈസ് ഈക്വൽ ടു A⁴ പ്ലസ് B⁴ വെൻ K ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇത് നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ദ പ്രൂഫ് ഈസ് ബൈ ഇൻഡക്ഷൻ ഓൺ K. സോ ആദ്യം K ഈക്വൽ ടു 1 ആകുമ്പം K ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ റിസൾട്ട് എന്താണ്? A+B⁴ ഈസ് ഈക്വൽ ടു A⁴ പ്ലസ് B⁴ എന്ന് പ്രൂവ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി 2ൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ എന്ത് പറയാം? വെൻ K ഈസ് ഈക്വൽ ടു 1 ദ റിസൾട്ട്സ് ഹോൾഡ്സ് ബൈ 2. ഇനി അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ K ആകുമ്പോൾ ആ റിസൾട്ട് ട്രൂ ആണെന്ന് എടുക്കുക. അതായത് A+B⁴ ഈസ് ഈക്വൽ ടു A⁴ പ്ലസ് B⁴ എന്ന് അസ്യൂം ചെയ്തു. പിന്നെന്ത് പ്രൂവ് ചെയ്യണം? ടു പ്രൂവ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ K+1. സോ A+B⁴ വരും P⁴ എടുക്കുന്നു. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? A+B⁴ ദ ഹോൾ P എടുക്കുമ്പോൾ എന്താണ്? A⁴ ദ ഹോൾ A⁴ എന്നാ. സോ A+B⁴ ഇൻറ്റു P എന്ന് വരും. അത് P⁴ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ A+B⁴ ദ ഹോൾ P എന്ന് എഴുതാം. ഇനി A+B⁴ ഞാൻ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ എഴുതാം? A⁴ പ്ലസ് B⁴ ദ ഹോൾ P. ഇനി അഗെയിൻ ബൈ 2 ഉപയോഗിച്ചാണ് കേട്ടോ ഇവിടെ. അത് ഞാൻ എഴുതിയപ്പം തെറ്റിപ്പോയതാണ്. അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് 2 തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ. സോ നമ്മളിവിടെ ഈ A⁴ പ്ലസ് B⁴ ദ ഹോൾ P എന്ന് നമ്മൾ തൊട്ടുവന്നത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ച് എഴുതും. സോ ഇതിനെ ബൈ 1 എന്നാണ് ഞാനിവിടെ എഴുതിയത്. ആക്ച്വലി ബൈ 1 അല്ല, ബൈ ഈ 2 തന്നെയാണ്. ഈ 2 ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ എഴുതാം? 2 പറയുന്നത് എന്താണ്? A+B⁴ ഈസ് ഈക്വൽ ടു A⁴ പ്ലസ് B⁴. പവറിൽ P വരുമ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാമെന്ന്. പക്ഷേ ഇവിടെ നമ്മുടെ എയുടെ പ്ലേസിൽ A⁴ ആണ് കിടക്കുന്നത്, ബിയുടെ പ്ലേസിൽ B⁴ ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം എയും ബിയും ഫീൽഡ് എഫിലെ എലമെൻറ്റ്സ് ആണ്. സോ അതിൻ്റെ A⁴ എന്ന് പറഞ്ഞാൽ A P⁴ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതും എന്തിൽ തന്നെ വരും? ഫീൽഡിൽ വരും. ബിക്കോസ് ഫീൽഡിൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ക്ലോസ്ഡ് ആണ്. സോ അതിൻ്റെ A⁴ എലമെൻറ്റ് ഓഫ് എഫ് ആണ്, B⁴ എലമെൻറ്റ് ഓഫ് എഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ഇവിടെയും ഹോൾഡ് ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഈക്വൽ ടു A⁴ എയുടെ പ്ലേസിലൂടെ A⁴ ആണെന്നുള്ളൂ. ഹോൾ P പ്ലസ് B⁴ ദ ഹോൾ P. ബൈ 1 എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 1 അല്ല 2 ആണ്. അത് നിങ്ങൾ തിരുത്തിക്കോണം. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? A⁴ പ്ലസ് B⁴ പ്ലസ് 1. സോ നമുക്ക് എന്ത് കിട്ടി? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ K+1 എന്ന് കിട്ടി. ഓക്കെ.